ഹലോ ഗൈസ്, ഫൈൻഡർ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് 2 ബെഡ്റൂമുള്ള ഒരു പുതിയ വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ചേളന്നൂർ കോറോത്തുകോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബസ് ഇറങ്ങിയിട്ട് ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 2 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ്, സ്റ്റെയർ കേസ്, കോമ്പൗണ്ട് വാള്, ഗേറ്റ്, കിണർ, 8 ഫുട്ട് നിസ്സാൻസായിട്ട് റോഡ്, എല്ലാ സെറ്റപ്പും വരുന്നൊരു അടിപൊളി വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഉൾവശത്തെ കാഴ്ചകൾ ഒക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ വീടിൻ്റെ വലതുവശത്തേക്കാണ് പോകുന്നത്. മുൻവശത്ത് നമുക്കൊരു ഒരു വലിയ 2 ലോറി നിർത്തിയിട്ടാണ് കേട്ടോ. 8.25 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മുൻവശത്ത് ഈ കാണുന്ന ഈ സ്പേസിൽ അവിടെ ആയിട്ട് 2 ലോറി നിർത്തിയിടാൻ പറ്റും. നമ്മൾ സാധാരണ വീടുകളിൽ കാറ് നിർത്തിയിടാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷെ അതിൽ ലോറി നിർത്തിയിട്ടുള്ള സ്പേസ് ഉണ്ട്. അത് കൂടാതെ വീടിൻ്റെ പിറകുവശത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു 3 ലോറി നിർത്തിയിട്ടുള്ള സ്പേസ് ഇവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. ഒരു 3 ലോറി, 2 തെങ്ങടണ്ട്, അതുപോലെ തന്നെ ഒരു മാവുണ്ട് കേട്ടോ. താഴത്ത് കൈ കൊണ്ട് മാങ്ങാറിക്കാൻ പറ്റുന്ന ഒരു മാവുണ്ട്. ഫുള്ള് കോമ്പൗണ്ടുള്ള അവിടെയൊക്കെ ബാക്ക് വശത്ത് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് ലോറി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുന്നിലുള്ള സ്ഥലം കേട്ടോ, ആ മുന്നിൽ കൂടെ പോകുന്ന ബൈക്ക് വെച്ച് അത് കൂടെ റോഡാണ്. ഇനി 8.25 സെൻറ്റ് സ്ഥലം പോരാ, ഒരു 15 സെൻറ്റ് സ്ഥലം വേണം, അല്ല ഒരു 25 സെൻറ്റ് സ്ഥലം വേണമെന്ന് പറയുകയാണെങ്കിൽ ആ പറമ്പില്ലേ, ആ പറമ്പോട്ട് ഇങ്ങോട്ട് മൊത്തത്തിൽ തരും കേട്ടോ. അന്നപ്പം ഈ വീടും ആ സ്ഥലം അങ്ങനെ ഒരു 20 സെൻറ്റ് സ്ഥലം 25 സെൻറ്റ് അല്ല അങ്ങനെ ഒന്നിച്ചെടുക്കെങ്കിൽ അങ്ങനെ എടുക്കാം. എങ്ങനെ വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ്. പുറത്തൊരു ബാത്റൂമുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വീടിൻ്റെ അടുത്ത കാഴ്ച കേട്ടോ. വീടിൻ്റെ ഉൾവശത്തേക്ക് കയറുമ്പോൾ നല്ല അടിപൊളി മരത്തിൻ്റെ വാതിലാട്ടോ. എന്ത് ഭംഗിയാട്ടോ. ഇങ്ങനത്തെ ഫിനിഷിങ്ങൊക്കെ ഉള്ള മരത്തിൻ്റെ വാതിൽ കിട്ടാൻ തന്നെ നമ്മൾ എക്സ്ട്രാ പൈസ കയ്യിൽ നിന്ന് പോട്ടോ. നമ്മളവിടെ കയറി വരുമ്പം തന്നെ ഈ കാണുന്ന രീതിയിലാണ് സ്പേസ് ഉള്ളത്. ഈ ഭാഗത്തേക്ക് നല്ല സ്പേസ് ഉണ്ട്. ടി വി ഒക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ വെക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് വലിപ്പമുള്ള നീളത്തിലുള്ളൊരു ഹാളാട്ടോ ഞാൻ കാണിച്ചു തരാണ്ടല്ലേ. ഈ രീതിയിൽ നമ്മൾ കയറി വരുമ്പോൾ നല്ല വലുപ്പത്തിലുള്ളൊരു ഹോളാണ്. നമുക്ക് ടി വി കാര്യങ്ങളൊക്കെ അവിടെ വെക്കാം, സോഫ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. ഇനി സോഫ ഇവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം ടി വി കാണാനുള്ള ഒരു കോർണറിങ്ങൊക്കെ ആയിട്ട് ഇവിടെ വേണം സെറ്റ് ചെയ്യാം. ഇനി സോഫ ഇവിടെ വെക്കണം, ഇവിടെ വെക്കാം. ഇവിടെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് ചെറിയൊരു സെറ്റപ്പ് വെളിച്ചം കിട്ടുന്ന രീതി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ബെഡ്റൂം ഒരു സ്റ്റാൻഡേർഡ് ബെഡ്റൂമാണ്. അന്ന് ഓവർ വലുപ്പം കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ മരത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ക്വാളിറ്റി കേട്ടോ. ഇതിനൊരു കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ പല വീടുകൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ല ക്വാളിറ്റിയിൽ ഒരാൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് അങ്ങനത്തെ ഒരു ക്വാളിറ്റിയിൽ കേട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി ബാത്റൂമൊക്കെ ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബാത്റൂം. അതിൻ്റെ ജനവാതിൽ നോക്ക്, അതും മരമാണ്, ഒക്കെ തേക്കാട്ടോ. അതുപോലെ നല്ല അത്യാവശ്യം കമ്പനി സാധനങ്ങളാട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ടൈല് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇത് ചെറിയൊരു അലമാര കേട്ടോ. ഒരു അലമാരൊക്കെ ഓൾറെഡി സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊരു അലമാര ഉണ്ടാക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ ചെറിയൊരു അലമാര സെറ്റാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഈ കാണുന്ന അവിടെ ഒരു ബാത്റൂം, ഒരു അലമാര, തേക്കിൻ്റെ നല്ല അടിപൊളി കേട്ടോ. ഒന്നും കുറ്റം പറയാൻ പറ്റാത്ത തരത്തിലുള്ള വാതിലുകളും ജനലൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഒരു റൂം അവിടെ ഞാൻ കാണിച്ചത് 2ാമത്തെ ബെഡ്റൂം ഇതാട്ടോ. 2ാമത്തെ ബെഡ്റൂം നല്ല വലുപ്പമുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഇമ്പ്രസ് ചെയ്യുന്ന കാര്യം ഈ ഒരു ജനവാതിലാട്ടോ. നല്ല താഴത്ത് കണ്ടില്ലേ, നല്ല രീതിയിൽ വെളിച്ചം കാറ്റൊക്കെ കിട്ടുന്ന നല്ല
ഉഗ്രം തേക്കിൻ്റെ കേട്ടോ, ഉഗ്രം തേക്കിൻ്റെ ഫിനിഷിങ് പറഞ്ഞാൽ അമ്മാര് ഫിനിഷിങ് കേട്ടോ. അത്രയും കാര്യങ്ങൾ. കാരണം ഇവിടെ 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 ചെറിയൊരു ബ്ലീഡർ മാതിരി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചാൽ നോക്കി, ഇതിങ്ങനെയൊന്നും ഞാനൊരു വീട്ടിൽ ഞാൻ ഉണ്ടാക്കി വെക്കുന്ന വീട്ടിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഇത്രയും ഇതിലൊന്നും വൃത്തിയിലൊന്നും ആരും ഇങ്ങനെ ചെയ്ത് വെക്കൂല. കാരണം ഇങ്ങനത്തെ തേക്കും കാര്യങ്ങളൊന്നും ആരും കൊടുക്കൂല കേട്ടോ. അപ്പം ഞാൻ സമ്മതിച്ച് വയ്ക്കുന്നത് ഇതിൻ്റെ ഓണറെ. കാരണം ആ രീതിയിൽ അത്രയും നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ജനവാതിലല്ലേ ഫുള്ള് തേക്കിൻ്റെ കേട്ടോ. തേക്ക് നല്ല ഉഗ്രം മരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടിപൊളി ഡോറൊക്കെ കേട്ടോ. ഡോറിനൊക്കെ ഫിനിഷിങ് കാണാൻ തന്നെ നമ്മളെ അമ്മയുടെ ഡോറാണ്. താഴത്ത് 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കേട്ടോ. ഈ കാണുന്നത് ഒരു ഡൈനിങ് റൂമാണ്, വലുപ്പമുള്ള വിശാലമായിട്ടുള്ള ഡൈനിങ് റൂം. അതിൻ്റെയൊക്കെ ഈ ജനവാതിലിൻ്റെയും വാതിലിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷൻ ആ രീതിയിലാണ്. നമ്മൾ ഈവൻ തോർത്തുകൊണ്ട് വെക്കാനുള്ള ഈ ഒരു കൊളുത്ത് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ പൈസ നിങ്ങൾ ഇനിയിപ്പം ഈ വീടിന് വേണ്ടി ചിലവാക്കേണ്ട ആവശ്യമില്ല. നേരെ വീട്ടിൽ കയറുക, താമസിക്കാനും പരിപാടി. പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ കിച്ചൺ വരുന്നത്. അത്യാവശ്യം ഒരു സ്പേസുള്ള കിച്ചണാണ്. ഇവിടെ നമുക്ക് മിക്സി ചെയ്തൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് കാണാം. അതുപോലെ തന്നെ വാഷ് ബേസിൻ കാണാം. അവിടെ ഒരു പുകയില്ലാത്ത അടുപ്പ് കാണാം. ഇത്രയും സെറ്റപ്പാണ് ഈ ഒരു കിച്ചണിലുള്ളത്. ഒരു വർക്കേരി വേണം. ഇനി നമുക്ക് കിച്ചൺ ആണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആയതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു കിച്ചൺ മാതിരി സെറ്റ് ചെയ്യാം കേട്ടോ. കിച്ചണിൻ്റെ കുറച്ചൊരു കാര്യങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഈ ഏരിയയിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയെങ്കിൽ ഡൈനിങ് റൂം നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് ആക്കിയിട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള സെറ്റപ്പാണുള്ളത്. കണ്ടില്ലേ, ഈ രീതിയിലാണ് കിച്ചണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ സ്പേസാണ്. ഒരു മാവ് കണ്ടില്ല, നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മാങ്ങ പറിക്കാൻ പറ്റുന്ന രീതിയിലൊരു മാവാണ്. 2 തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു അടിപൊളി വീടാണ് ഈ കാണുന്ന വീട്. നമുക്ക് കിച്ചണിൻ്റെ വർക്ക് ഏരിയയും കിച്ചണെന്നും പറയുന്ന സമയത്ത് ഈ ഞാനിവിടെ ഡൈനിങ് റൂം എന്നാണ് പറഞ്ഞത്. നമുക്ക് കിച്ചണായിട്ട് വേണമെങ്കിൽ കിച്ചണായിട്ട് കൺവേർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ഒരു സ്പേസ് പോരാന്നുണ്ടെങ്കിൽ ഇത് കാരണം ഓൾറെഡി ഇപ്പോൾ 2 ബെഡ്റൂമുള്ള വീടാണ്. അപ്പം അത്ര ഒരു സെറ്റപ്പ് മതിയുള്ള രീതിയിലാണ് ചെയ്തത്. ഇനിയിപ്പം നിങ്ങൾക്ക് സൗകര്യം പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് കിച്ചണാക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡൈനിങ് റൂമും ഇവിടെ സോഫ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റപ്പൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സ്റ്റെയർ കേസ് കയറി മേലോട്ട് പോകുമ്പോൾ പോലും ഈ ജനവാതിലൊക്കെ നല്ല താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ജനവാതിലാട്ടോ. അതുപോലെ മുകളിൽ കൊടുത്ത ഈ മരം വരെ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. കാരണം ഇതും നല്ല ഉഗ്രം മരത്തിൻ്റെ വാതിലാണ്. ഇവിടെയൊക്കെ നല്ല ചില്ലിൻ്റെ നല്ല അടിപൊളി ഡിസൈൻ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വീടാണ്. താല്പര്യമുള്ള ആൾക്കാരെ വിളിച്ചോളി. വർത്തായിട്ടുള്ള 45 ലക്ഷം രൂപയ്ക്ക് 8.25 സെൻറ്റ് അല്ല 2 ബെഡ്റൂം, സ്റ്റെയർ കേസ്, കോമ്പൗണ്ട് വാൾ, ഗേറ്റ്, കിണർ. കുറത്തോല് ബസ് ഇറങ്ങിയിട്ട് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ട് ഈ വീട്ടിലുള്ളത്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യങ്ങൾ വിളിക്കുക.